ഹായ്. മണ്ഡല, യന്ത്ര എന്നൊക്കെ കേട്ടിട്ടില്ലേ? കാണാൻ നല്ല ഭംഗിയുള്ള സങ്കീർണമായ ഡിസൈനുകൾ. ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഇവ രണ്ടും രണ്ടാണ്. കാഴ്ചയിൽ ഒരുപോലെ ഇരുന്നാലും അവയുടെ അർത്ഥവും ഉപയോഗവുമൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പോ എന്താണ് ഈ മണ്ഡലങ്ങളും യന്ത്രങ്ങളും? അവയുടെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാലോ, അല്ലേ? അപ്പോ നേരെ കാര്യത്തിലേക്ക് വരാം. മണ്ഡലം, യന്ത്രം, പിന്നെ ചക്രം. എന്താണിതിന്റെയൊക്കെ വ്യത്യാസം? നമ്മൾ പലപ്പോഴും ഈ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കാറുണ്ട്, അല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞാല് ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേക അർത്ഥവും സ്ഥാനവും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. ദാ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ പ്രധാന താരങ്ങൾ. ഇടതുവശത്തുള്ളത് ഒരു വാസ്തുപുരുഷ മണ്ഡലം. കണ്ടാലൊരു ബിൽഡിങ്ങിന്റെ പ്ലാൻ പോലെയുണ്ടല്ലേ? കുറേ കളങ്ങളും വരകളും ഒക്കെയായിട്ട്. ഇനി വലതുവശത്തേക്ക് നോക്കൂ. അത് ശ്രീയന്ത്രമാണ്. കുറച്ചുകൂടി കോമ്പാക്റ്റ് ആണ്. ഒരു തരം ഉപകരണം പോലെ തോന്നുന്നു. ഒറ്റനോട്ടത്തിൽ തന്നെ ഇവ തമ്മിലുള്ള ഒരു സ്റ്റൈൽ ഡിഫറൻസ് പിടിയിട്ടുന്നില്ലേ? ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മണ്ഡലങ്ങളെക്കുറിച്ചാണ്. ഈ വലിയ വിശാലമായ കോൺസെപ്റ്റ്, ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് തന്നെ ഇതിനെ വിളിക്കാം. അപ്പോ എന്താണ് ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു വിശുദ്ധ ഇടമാണ്, ഒരു സേക്രഡ് സ്പേസ്. ഒരു പ്രത്യേക പൂജയ്ക്കോ ചടങ്ങിനോ വേണ്ടി തയ്യാറാക്കുന്ന കൃത്യമായ അതിരുകളൊക്കെയുള്ള ഒരിടം. ഇവിടേക്ക് മന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേവതകളെ ക്ഷണിച്ചുവരുത്തുന്നു. അപ്പോ ഇതൊരു വെറും പടം മാത്രമല്ല, അതൊരു ആരാധനാസ്ഥലം തന്നെയാണ്, ഒരു ടെമ്പററി അമ്പലം പോലെ. ഈ വാസ്തുപുരുഷ മണ്ഡലം കണ്ടാൽ ഒരു ദിവ്യമായ കൊട്ടാരത്തിന്റെ ഫ്ലോർ പ്ലാൻ പോലെയല്ലേ? പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളും വലിയ നഗരങ്ങളുമൊക്കെ പണിയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചർ മോഡലായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. ഈ പ്ലാൻ വെച്ചിട്ടാണ് കെട്ടിടങ്ങൾ ഡിസൈൻ ചെയ്തിരുന്നത്. ഇതില് ഓരോ ചെറിയ ചതുരത്തിലും ഓരോ ദേവതകൾക്ക് സ്ഥാനമുണ്ട്. ശരിക്കും ഒരു കോസ്മിക് ബ്ലൂ പ്രിന്റ് തന്നെ. അപ്പോ ഒരു മണ്ഡലത്തിന്റെ പ്രധാന സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ചില മണ്ഡലങ്ങൾ ഭയങ്കര വലുതായിരിക്കും. നമുക്കതിനകത്ത് കേറി നടക്കാൻ പറ്റുന്ന അത്രയും വലുത്. പിന്നെ പലപ്പോഴും ഇവ സ്ഥിരമായിട്ടുള്ള ഒന്നല്ല. നിറപ്പൊടികളോ ധാന്യങ്ങളോ കൊണ്ടൊക്കെ തറയിൽ വരയ്ക്കുന്നതാണ്. ചടങ്ങ് കഴിഞ്ഞാൽ മായ്ച്ചുകളയും. പിന്നെ ദീക്ഷ കൊടുക്കുന്ന സമയത്തൊക്കെ ശിഷ്യന് ദേവതകളെ കാണിച്ചു കൊടുക്കാനുള്ളൊരു ഇടമായിട്ടും ഇതുപയോഗിക്കാറുണ്ട്. താമരയും ചതുരത്തിലുള്ള ഗ്രിഡുമൊക്കെ ഇതിലെ കോമൺ ഡിസൈനുകളാണ്. ഓക്കെ, അപ്പോ മണ്ഡലം എന്ന ആ വലിയ കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി പേഴ്സണലായ ഒരു ഉപകരണത്തിലേക്ക് വരാം. യെസ്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യന്ത്രങ്ങളെക്കുറിച്ചാണ്. ഒരു മിസ്റ്റിക്കൽ മെഷീൻ അല്ലെങ്കിൽ ഒരു ആത്മീയ ഉപകരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യന്ത്രം എന്ന വാക്ക് വരുന്നത് യം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം നിയന്ത്രിക്കുക എന്നാണ്. അപ്പോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു കൺട്രോൾ ഡിവൈസാണ്. മണ്ഡലം പോലെ ഒരു ആരാധനാസ്ഥലം എന്നതിനേക്കാൾ ഉപരി ഒരു പ്രത്യേക കാര്യം സാധിച്ചെടുക്കാനുള്ള ഒരു ടൂൾ, ഒരു ഉപകരണം. ഒരു സ്പിരിച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആകും. അപ്പോ നമുക്ക് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളൊന്ന് നോക്കാം. മണ്ഡലത്തെ ഒരു വിശുദ്ധമായ ബ്ലൂ പ്രിന്റായി കാണാമെങ്കിൽ യന്ത്രം ഒരു സ്പിരിച്വൽ സർക്യൂട്ട് ബോർഡ് പോലെയാണ്. മണ്ഡലങ്ങൾ ചിലപ്പോൾ ഒരു മുറിയുടെ അത്രയും വലുതായിരിക്കാം, പക്ഷെ യന്ത്രങ്ങൾ സാധാരണയായി ചെറുതാണ്, നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന സൈസ്. മണ്ഡലങ്ങളിൽ നിറങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, പക്ഷെ യന്ത്രങ്ങളിൽ അത്ര നിർബന്ധമില്ല. കൂടുതലും വരകളാണ് പ്രധാനം. സിമ്പിളായി പറഞ്ഞാൽ മണ്ഡലം ഒരു പൂജയ്ക്കുള്ള സ്ഥലവും യന്ത്രം ആ പൂജയ്ക്കുള്ള ഉപകരണവുമാണ്. ഇനി യന്ത്രത്തിന്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിലെ ഓരോ വരയ്ക്കും ഓരോ സിമ്പലിനും അർത്ഥമുണ്ട്. ദാ ഈ മുകളിലേക്ക് ചൂണ്ടിനിൽക്കുന്ന ത്രികോണം കണ്ടോ? ഇത് ശിവനെ, അതായത് പുരുഷതത്വത്തെയും അഗ്നിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഈ താഴേക്ക് ചൂണ്ടുന്ന ത്രികോണം ശക്തിയെ, അതായത് സ്ത്രീതത്വത്തെയും ജലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ രണ്ട് ത്രികോണങ്ങളും പരസ്പരം ചേരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കൊരു ഷഡ്ഭുജം, ഒരു ഹെക്സഗ്രാം കിട്ടും. ഇതാണ് പുരുഷന്റെയും സ്ത്രീയുടെയും, അതായത് ശിവന്റെയും ശക്തിയുടെയും ആ പ്രപഞ്ച സംഗമം. കണ്ടില്ലേ? വളരെ സിമ്പിളായ രൂപങ്ങൾ വെച്ച് എത്ര വലിയൊരു ആശയമാണ് പറയുന്നത്. യന്ത്രങ്ങളുടെ ഉപയോഗം വെറും ആരാധനയിൽ മാത്രം ഒതുങ്ങുന്നില്ല. കാര്യങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആകും. യെസ്, അതിന്റെ ശക്തിയുടെ മറ്റൊരു തലത്തിലേക്ക്, മന്ത്രവാദം വരെ ഇത് ഉപയോഗിക്കപ്പെടാറുണ്ട്. താന്ത്രിക വിധിപ്രകാരം യന്ത്രങ്ങൾക്ക് എത്രത്തോളം പവർ ഉണ്ടെന്ന് നോക്കൂ.
അഭിചാരമെന്നു പറയുന്ന 6 തരം മാന്ത്രിക കർമ്മങ്ങൾക്കായി യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇതിൽ ശാന്തി വരുത്തുന്നതു മുതൽ വശീകരണം, സ്തംഭനം, ആളുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാനുള്ള വിദ്വേഷണം, ഒരാളെ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള ഉച്ചാടനം, എന്തിന് മാരണം വരെ ഉൾപ്പെടുന്നു. അത്രയ്ക്ക് പവർഫുള്ളാണ് യന്ത്രങ്ങൾ എന്നാണ് വിശ്വാസം. അപ്പോ ആ സീരിയസ് കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ, യന്ത്രങ്ങൾ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒന്നാണ് ഈ കാര്യസിദ്ധി യന്ത്രം. പേര് പോലെ തന്നെ കാര്യങ്ങൾ സാധിക്കാൻ, വിജയം നേടാൻ വേണ്ടിയുള്ളതാണ്. ഇതിലെ ഓരോ ചിഹ്നത്തിനും ഓരോ അർത്ഥമുണ്ട്. പാമ്പ് ആരോഗ്യത്തെയും രത്നം സമ്പത്തിനെയും കപ്പൽ ധൈര്യത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മളും മണ്ഡലം കണ്ടു, യന്ത്രം കണ്ടു. ഇനി മൂന്നാമത്തെ ആളിലേക്ക് വരാം, ചക്ര. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളുമായി ഈ ചക്രങ്ങൾക്ക് എന്താണ് ബന്ധമെന്ന് നോക്കാം. എന്താണ് ഈ ചക്രങ്ങൾ? ചക്രം എന്ന വാക്കിന് വീൽ അല്ലെങ്കിൽ ചക്രം എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ള എനർജി സെന്ററുകളാണ് ഇവയെന്നാണ് വിശ്വാസം. താമരയുടെ ഇതളുകൾ പോലെയാണ് ഇവയെ പലപ്പോഴും ചിത്രീകരിക്കാറ്. ഇവിടെയാണ് ശരിക്കുള്ള കണക്ഷൻ വരുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ ചക്രത്തെയും നമ്മുടെ ശരീരത്തിൽ തന്നെ വരച്ചുവെച്ച ഒരു യന്ത്രമായിട്ട് സങ്കൽപ്പിച്ചു നോക്കൂ. ഈ കാണുന്ന അനാഹത, അതായത് ഹൃദയചക്രം നോക്കിയേ. ഇതിന്റെ ഡിസൈൻ ഒരു യന്ത്രത്തിൻ്റേത് പോലെ തന്നെയാണ്. അപ്പോ സിമ്പിളായി പറഞ്ഞാൽ ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ പേഴ്സണൽ യന്ത്രങ്ങളാണ്. അപ്പോ ഇത്രയും പഴക്കമുള്ള ഈ ഡിസൈനുകൾക്കും ആശയങ്ങൾക്കുമൊക്കെ ഇന്നത്തെ ലോകത്ത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. എങ്ങനെയാണെന്ന് നോക്കാം. ഈ പുരാതന അറിവുകൾ വെറും പുസ്തകങ്ങളിൽ ഒതുങ്ങിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആധുനിക ഇന്ത്യൻ ആർക്കിടെക്ചർ. പ്രശസ്ത ആർക്കിടെക്ട് ചാൾസ് കുറിയെ പോലുള്ളവർ അവരുടെ പല ബിൽഡിംഗ് ഡിസൈനുകൾക്കും മണ്ഡലത്തിന്റെ രൂപഘടന ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ പണ്ടത്തെ ആ ജ്യാമിതിക്ക് ഇന്നും ഡിസൈനിങ്ങില് വലിയ സ്ഥാനമുണ്ട്. അതുപോലെ ഈ ജ്യാമിതീയ പാറ്റേണുകൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഈ കാണുന്ന ഫ്ലവർ ഓഫ് ലൈഫ് ഡിസൈൻ നോക്കൂ. ഈജിപ്റ്റ് മുതൽ ചൈന വരെ ലോകത്തെ ഒരുപാട് പുരാതന സംസ്കാരങ്ങളിൽ ഈ പാറ്റേൺ കാണാം. അപ്പോ ഇത്തരം ഡിസൈനുകളിലൂടെ പ്രപഞ്ചത്തിന്റെ രഹസ്യം കണ്ടെത്താനുള്ള ശ്രമം മനുഷ്യർ എല്ലായിടത്തും നടത്തിയിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള ഈ പുരാതന ബ്ലൂ പ്രിന്റുകൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. ഇനി നിങ്ങളൊരു അമ്പലമോ ഒരു പഴയ കെട്ടിടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസൈനോ കാണുമ്പോൾ അതിലെ പാറ്റേണുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മണ്ഡലങ്ങളെയും യന്ത്രങ്ങളെയും ഒക്കെ ഓർമ്മ വന്നേക്കാം. ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ലോകത്തെ, നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന പാറ്റേണുകൾ ഏതൊക്കെയാണ്?